കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ IBPS RRB PO ക്ലർക്കിൻ്റെ പ്രിലിംസ് കഴിഞ്ഞ് ഇപ്പോൾ IBPS ക്ലർക്കിൻ്റെ പ്രിലിംസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതായത് അത്യാവശ്യം അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഒരു 90% എബോവ് അറ്റംപ്റ്റ് പ്ലസ് ഒരു 95% എബോവ് ആക്യുറസി ഉള്ള എല്ലാവരും എന്ത് ചെയ്തോളാം, മെയിൻസ് പ്രിപ്പയർ തുടങ്ങിക്കോളാം. ഓക്കെ, കറണ്ട് അഫയേഴ്സ് മെയിനായിട്ട് പഠിക്കണം, ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യണം, മാത്സ് പ്രിപ്പയർ ചെയ്യണം, റീസണിങ് പ്രിപ്പയർ ചെയ്യണം, പിന്നെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡുള്ള എക്സാംസിന് അതും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻസ് ലെവൽ DI. ഓക്കെ, ഇപ്പോൾ QAക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരുന്നത്, DI എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല അതായത് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഹൈ ലെവൽ DI ചെയ്യാൻ പാകത്തിനുള്ള പ്രിപ്പയർ ആയിട്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ റീസണിങ്ങിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം പസിൽസ് ആൻഡ് സീറ്റിംഗ് റേഞ്ചിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഹൈ ലെവലാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പിന്നെ നമുക്കൊരു സെറ്റ് ചെയ്യാം. ഓക്കെ, വായിച്ചു നോക്കുക. The following table 1 shows percentage distribution of persons of various diseases in the world. അതായത് നമ്മൾ 2 ടേബിളുണ്ട്. ഓക്കെ, ഇത് ഒരു പേപ്പറിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ടേബിളുണ്ട്, ടേബിൾ 1 ആണ് ആദ്യം കിടക്കുന്നത്, ടേബിൾ 2 ആണ് രണ്ടാമത് കിടക്കുന്നത്. ടേബിൾ 1 എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പേഴ്ഷ്യൻസ് ഓഫ് വേരിയസ് ഡിസീസസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ പല ഡിസീസിലുള്ള പേഴ്ഷ്യൻസിൻ്റെ പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷനാണ് ആദ്യത്തെ ടേബിൾ വന്നേക്കുന്നത്. ടേബിൾ 2 ഷോസ് ദ പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൾ ദ പേഷ്യൻസ്. അതായത് ടേബിൾ 2 എല്ലാ പേഷ്യൻസിൻ്റെയും അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസിൻ്റെയും ആണ് തന്നിരിക്കുന്നത്. എവിടുത്തെ ഡിഫറെൻറ്റ് കോണ്ടിനെൻസിൽ യൂറോപ്പ് പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, കിഡ്നി പേഷ്യൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഇനി വേൾഡിലെ ടോട്ടൽ പോപ്പുലേഷൻ 2023 എത്രയാണ്, 800 crore. അതിനകത്ത് 10% എന്താണ്, പേഷ്യൻസാണ്. ഓക്കെ, ഇനി ഇത്രയാണ് ഡീറ്റെയിൽസ്. വായിച്ചു നോക്കുക, ആൻസേഴ്സ് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസ്, അതിൻ്റെ അർത്ഥം, നമ്മുടെ കയ്യിൽ 2 ടേബിളുണ്ട്. ഈ ടേബിളിൻ്റെ അർത്ഥം, ഇവർ ഈ പേഴ്സൻറ്റേജ് തന്നിരിക്കുന്നത് എന്തിൻ്റെ പേഴ്സൻ്റാണ് ഈ തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാൻ പോവുള്ളൂ. കാരണം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ യൂറോപ്പ് പേഷ്യൻസ് 10% എഴുതിയിട്ടുണ്ട്, കിഡ്നി പേഷ്യൻസ് 10% എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? ഓക്കെ, ഇതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേബിളിൽ തന്നിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പേഴ്സൺസ് ഓഫ് വേരിയസ് ഡിസീസസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ പല പല അസുഖങ്ങളുള്ള ആൾക്കാരുടെ പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അതായത് ലോകത്തിലെ ടോട്ടൽ ആൾക്കാരിൻ്റെ അകത്തെ രോഗമുള്ള ആൾക്കാരിൻ്റെ അകത്ത് 22% ആരാണ്, ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാരാണ്. രോഗമുള്ള ആൾക്കാരിൻ്റെ അകത്ത് 10% ആൾക്കാർ എയ്ഡ്സ് ഉള്ള ആൾക്കാരാണ്. രോഗമുള്ള ആൾക്കാരിൻ്റെ അകത്ത് 8% ആൾക്കാർ TB ഉള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ്റെ പേഴ്സൻ്റേജ് അല്ല തന്നിരിക്കുന്നത്, ലോകത്തിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ്റെ അകത്തെ ടോട്ടൽ ഡിസീസ് ഉള്ള ആൾക്കാർ എത്ര പേരുണ്ടോ, ഓക്കെ, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ടോട്ടൽ പേഷ്യൻസ് എത്ര പേരുണ്ടോ ആ പേഷ്യൻസിൻ്റെ പേഴ്സൻറ്റേജ് ആണ് ഇവിടെ നമ്മൾ കഷ്ണമായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ തന്നിരിക്കുന്ന പേഴ്സൻറ്റേജ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 100 കിട്ടും. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആ പേഴ്സൻറ്റേജ് എന്തിനു ബേസ് ചെയ്തതാണ്, ടോട്ടൽ പേഷ്യൻസ് ഇൻ ദ വേൾഡ്. ഓക്കെ, ടോട്ടൽ പേഷ്യൻസ് ഇൻ ദ വേൾഡ് അതിൻ്റെ പേഴ്സൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഇതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ എഴുതിയിട്ടുണ്ട് ടോട്ടൽ പോപ്പുലേഷൻ 800 lakh crore ആണ്. അതിൻ്റെ അകത്ത് 10% ആൾക്കാരാണ് പേഷ്യൻസ്. അതായത് 800 കോടി ആൾക്കാരുടെ 10% എന്ന് പറഞ്ഞാൽ 80 കോടിയല്ലേ. ആ 80 കോടിയുടെ 22% ഹാർട്ട് ഡിസീസ്, ആ 80 കോടിയുടെ 10% എയ്ഡ് ഡിസീസ്. ഇതാണ് ആദ്യത്തെ ടേബിളിൻ്റെ അർത്ഥം. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ ടേബിളിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് നോക്കാം. കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പ് തന്നിട്ടുണ്ട്. ഇനി പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൾ പേഷ്യൻസ്, അതായത് എല്ലാ പേഷ്യൻസിൻ്റെയും, അതായത് ലോകത്തുള്ള ടോട്ടൽ പേഷ്യൻസിൻ്റെ 10% പേഷ്യൻസ് എവിടെയുള്ളത്, യൂറോപ്പിലാണുള്ളത്. ടോട്ടൽ പേഷ്യൻസിൻ്റെ 6% എവിടെയുള്ളത്, ഓസ്ട്രേലിയയിലാണുള്ളത്. ടോട്ടൽ പേഷ്യൻസിൻ്റെ
15% എവിടെയുള്ളത്? സൗത്ത് അമേരിക്കയിലാണുള്ളത്. ക്ലിയർ ആണോ? ടോട്ടൽ പേഷ്യൻസ് ഉദ്ദേശിക്കുന്നത് 800 crore ആണ് ലോകത്തിലെ മൊത്തം പോപ്പുലേഷൻ. അപ്പോൾ അതിൻ്റെ 10%, അതായത് 80 കോടിയാണ് രോഗികളുടെ എണ്ണം. ആ 80 കോടിയുടെ 10%മാണ് യൂറോപ്പിലുള്ളത്. ആ 80 കോടിയുടെ 6%മാണ് ഓസ്ട്രേലിയയിലുള്ളത്. ഓക്കെ ആണോ? അതാണ് ഈ ടേബിളിൻ്റെ അകത്ത് ആദ്യത്തെ കളത്തിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ കളത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? പേഴ്സൻ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കിഡ്നി പേഷ്യൻസ്. അതായത് ലോകത്തിലുള്ള അല്ലെങ്കിൽ ടോട്ടൽ കിഡ്നി പേഷ്യൻസിൻ്റെ 10% എവിടെയുള്ളത്? യൂറോപ്പിലുണ്ട്. ടോട്ടൽ കിഡ്നി പേഷ്യൻസിൻ്റെ 5% എവിടെയുണ്ട്? ഓസ്ട്രേലിയയിലുണ്ട്. ടോട്ടൽ കിഡ്നി പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള മൊത്തം രോഗികൾ എത്ര പേരാണ്? 800 crore-ൻ്റെ 10%, അതായത് 80 crore. 80 crore-ൻ്റെ 30% കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർ. ടോട്ടൽ പോപ്പുലേഷൻ 800 crore, അതിൻ്റെ 10% 80 crore. 80 crore ആണ് ലോകത്തുള്ള ടോട്ടൽ ഡിസീസ് ഉള്ള ആൾക്കാരുടെ എണ്ണം. ആ ഡിസീസ് ഉള്ള ആൾക്കാരുടെ എണ്ണത്തിനകത്തെ 30% കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാരുടെ എണ്ണം. ആ കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാരുടെ എണ്ണത്തിൻ്റെ പല പെർസെൻ്റേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടേബിൾ ഒന്ന് ഓടിച്ച് നോക്കി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി പാളും. തന്നേക്കുന്ന പെർസെൻറ്റേജ് ഒക്കെ എന്തിനെ ബേസ് ചെയ്താണ് ആ പെർസെൻറ്റേജ് പറഞ്ഞേക്കുന്ന കാര്യം നമുക്ക് ക്ലിയർ ആയിരിക്കണം, എന്നിട്ടേ ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാവേ. ഇഫ് ദ നമ്പർ ഓഫ് കിഡ്നി പേഷ്യൻസ് ഇൻ സൗത്ത് അമേരിക്ക ഡിക്രീസസ് ബൈ 25%, ദെൻ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് കിഡ്നി പേഷ്യൻസ് ഇൻ ദ വേൾഡ്? അതായത് സൗത്ത് അമേരിക്കയിലെ കിഡ്നി പേഷ്യൻസിൻ്റെ എണ്ണം 25% കുറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ കിഡ്നി പേഷ്യൻസിൻ്റെ എണ്ണത്തിൽ എത്ര പെർസെൻറ്റേജ് ഡിക്രീസ് വരും എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പെർസെൻറ്റേജ് ഡിക്രീസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പെർസെൻറ്റേജ് ഡിക്രീസ് കിട്ടാൻ വേണ്ടിയിട്ട് റിഡക്ഷൻ ഡിവൈഡഡ് ബൈ ശരിക്കും എത്ര ഉണ്ടായിരുന്നു ഇൻറ്റു 100 ചെയ്താൽ മതിയല്ലോ. ഇവിടെ നിന്ന് റിഡക്ഷൻ എത്രയാണ്? സൗത്ത് അമേരിക്കയിലെ കിഡ്നി പേഷ്യൻസിൻ്റെ 25%. ഈ സൗത്ത് അമേരിക്കയിലെ കിഡ്നി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? സൗത്ത് അമേരിക്കയിലെ കിഡ്നി പേഷ്യൻസ് എന്ന് പറയുന്നത് ടോട്ടൽ കിഡ്നി പേഷ്യൻസിൻ്റെ 40% അല്ലേ? സൗത്ത് അമേരിക്കയിലെ കിഡ്നി പേഷ്യൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ കിഡ്നി പേഷ്യൻസിൻ്റെ 40%. ടോട്ടൽ കിഡ്നി പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ പേഷ്യൻസിൻ്റെ 30% ആണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാവേ. നമ്മളിവിടുത്തെ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം 800 crore ആണ്. അതിൻ്റെ അകത്ത് പേഷ്യൻസിൻ്റെ എണ്ണം 10% ആണ്, അതായത് 80 crore. അപ്പോൾ നമുക്ക് ഈ പേഷ്യൻസിൻ്റെ ടോട്ടൽ എണ്ണത്തിന് പി എന്ന് വിളിക്കാം. ഓക്കെ, ഈ പിയുടെ 30% ആയിരിക്കും കിഡ്നി പേഷ്യൻസ് അല്ലേ? അതിൻ്റെ 40% ആണ് എവിടെയുള്ളത്? സൗത്ത് അമേരിക്കയിലുള്ളത്. അപ്പോൾ ടോട്ടൽ പേഷ്യൻസിൻ്റെ എണ്ണത്തിൻ്റെ 30%-ൻ്റെ 40% ആണ് സൗത്ത് അമേരിക്കയിലുള്ളത്. പക്ഷേ സൗത്ത് അമേരിക്കയിൽ ഈ നമ്പറിൻ്റെ 25% അവിടെ കുറയുന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടെയുള്ള കുറവ്. ഡിവൈഡഡ് ബൈ ശരിക്കും എത്ര ഉണ്ടായിരുന്നു? ശരിക്കുള്ള കിഡ്നി പേഷ്യൻസിൻ്റെ എണ്ണം എത്രയാണ്? ശരിക്കുള്ള കിഡ്നി പേഷ്യൻസിൻ്റെ എണ്ണം ടോട്ടൽ പേഷ്യൻസിൻ്റെ 30% അല്ലേ? ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, വെട്ടാളൊക്കെ വെട്ടിക്കളയുക. 40%-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ ബൈ 4 10% അല്ലേ? 10% പറഞ്ഞാൽ 1/8 ആണല്ലേ? അപ്പോൾ എത്ര ഉണ്ട് ആൻസർ? ലാസ്റ്റ് 10% എന്നൊരു ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ടോട്ടൽ പേഷ്യൻസിൻ്റെ പല പെർസെൻറ്റേജാണ് ആദ്യത്തെ ടേബിളിൽ തന്നിരിക്കുന്നത്. ഇനി ടോട്ടൽ പേഷ്യൻസിൻ്റെ പല പെർസെൻറ്റേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടോട്ടൽ കിഡ്നി പേഷ്യൻസിൻ്റെ പല പെർസെൻറ്റേജാണ് ഇവിടെ രണ്ടാമത്തെ കളത്തിൽ തന്നിരിക്കുന്നത്. അത് മനസ്സിലുണ്ടായിരിക്കണം. ആൻസർ 10% ആണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻക്രീസ് ബൈ 10% ഇൻ എവറി ഇയർ ഇൻ യൂറോപ്പ്. നിങ്ങളുണ്ടല്ലോ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് സൊല്യൂഷൻ നോക്കിയാൽ മതി. ഓക്കെ, ഇഫ് ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻക്രീസ് ബൈ 10% എവറി ഇയർ ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ പേഷ്യൻസിൻ്റെ എണ്ണം ഓരോ വർഷവും 10% വെച്ച് ഇൻക്രീസ് ആവും. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് പേഷ്യൻസ് in Europe after 2 years and number of kidney patients in South America in 2023. അതായത് നമുക്ക് നോക്കി ഇപ്പോൾ ഏത് വർഷത്തെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്? 2023 ഡീറ്റെയിൽസ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് 2025 യൂറോപ്പിലുള്ള പേഷ്യൻസിൻ്റെ എണ്ണം, അതുപോലെ തന്നെ 2023 സൗത്ത് അമേരിക്കയിലുള്ള കിഡ്നി പേഷ്യൻസിൻ്റെ എണ്ണം നമ്മൾ ഡിഫറൻസാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 2025 പേഷ്യൻസിൻ്റെ എണ്ണം എവിടത്തെ? യൂറോപ്പിൽ ഇപ്പോഴുള്ള പേഷ്യൻസിൻ്റെ എണ്ണം എത്രയാണ്?
യൂറോപ്പിൽ ഇപ്പോൾ ഉള്ള പേഷ്യൻസിൻ്റെ എണ്ണം ടോട്ടൽ പേഷ്യൻസിൻ്റെ 10%. ഓക്കെ, ടോട്ടൽ പേഷ്യൻസിൻ്റെ 10% യൂറോപ്പിലുള്ള ഇപ്പോൾ ഉള്ള പേഷ്യൻസിൻ്റെ എണ്ണം. അപ്പോൾ ടോട്ടൽ പേഷ്യൻസ് നമ്മൾ പി എന്നല്ല വിളിച്ചേ, അതിൻ്റെ 10% ഇപ്പോൾ യൂറോപ്പിലുള്ള പേഷ്യൻസിൻ്റെ എണ്ണം. ഇനി അവിടെ എന്ത് സംഭവിക്കും? 10% വെച്ച് എവറി ഇയർ ഇൻക്രീസ് ആവും. 10% വെച്ച് എവറി ഇയർ ഇൻക്രീസ് ആവുമെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ടോട്ടൽ എത്രയുണ്ടാവും? × 11/10 എന്ന് വരത്തില്ലേ? ഓരോ വർഷം 10% വെച്ചാൽ ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 തവണ സക്സസീവായിട്ട് ഇൻക്രീസ് നടത്തുമ്പോഴത്തേനും നമ്പർ ഇൻക്രീസ് ആവുന്നത് 10% എവറി ഇയർ. അപ്പോൾ സക്സസീവായിട്ടാണ് അതിലേക്ക് ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേന് നമുക്ക് എത്ര ഇടും? P × 121/10 എന്നല്ല, അപ്പോൾ 12.1% എന്ന് വരത്തില്ലേ? മൈനസ് 2023 സൗത്ത് അമേരിക്കയിലുള്ള കിഡ്നി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാറുന്നില്ലേ? ടോട്ടൽ കിഡ്നിയുടെ 40% അല്ലേ ഇവിടെ ഉള്ളത്? ടോട്ടൽ കിഡ്നി എന്ന് പറഞ്ഞാൽ പേഷ്യൻസിൻ്റെ 30% അല്ലേ കിഡ്നി? ആ 30യുടെ 40% അല്ലേ സൗത്ത് അമേരിക്ക? അപ്പോൾ ഇവിടെ എത്ര വരും? ടോട്ടൽ പേഷ്യൻസിൻ്റെ എണ്ണത്തിൻ്റെ 30%ൻ്റെ 40%. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരിക? 12% എന്നല്ല വരിക. അപ്പോൾ നോക്കി, ആദ്യത്തെ ക്വാണ്ടിറ്റി ടോട്ടൽ പേഷ്യൻസിൻ്റെ എണ്ണത്തിന് 12.1%, രണ്ടാമത്തെ ക്വാണ്ടിറ്റി ടോട്ടൽ പേഷ്യൻസിൻ്റെ എണ്ണത്തിൻ്റെ 12% ആണ്. അപ്പോൾ ടോട്ടൽ പേഷ്യൻസിൻ്റെ 1% എത്രയാണോ അതാണ് ആൻസർ. ഓക്കെ, ടോട്ടൽ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ 80 crore അല്ലേ? 80 crore-ൻ്റെ 1% നമ്മൾ എടുക്കുമ്പോഴത്തേരും ഫ്രണ്ടിൽ എന്തായാലും 8 ഉണ്ടായിരിക്കും, ബാക്കി മൊത്തം 0 ആയിരിക്കത്തില്ലേ? അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ നമ്പർ ഓഫ് ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻസ് ഇൻ ദ വേൾഡ് ഇൻക്രീസസ് ബൈ 6%, ലോകത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻസിൻ്റെ എണ്ണം 6% ഇൻക്രീസ് ആവും. അത് ഹാർട്ട് പേഷ്യൻസിൻ്റെ എണ്ണം 22% ഇൻക്രീസ് ആവും. അങ്ങനെയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻസ് ടു ദ ഹാർട്ട് പേഷ്യൻസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, ടോട്ടൽ ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പേഷ്യൻസിൻ്റെ എത്ര പെർസെൻറ്റേജാണ്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ടോട്ടൽ പോപ്പുലേഷൻ്റെ 6% അല്ലേ? പോപ്പുലേഷൻ അല്ല, ടോട്ടൽ പേഷ്യൻസിൻ്റെ 6% ആണ് ഹെപ്പറ്റൈറ്റിസ്. അത് ഇൻക്രീസ് ആവുന്നത് 6%. അപ്പോൾ എത്ര ശതമാനവും? 106%. ഇനി ഹാർട്ട് പേഷ്യൻസ് ടോട്ടൽ പേഷ്യൻസിൻ്റെ എത്ര പെർസെൻറ്റേജാണ്? ഹാർട്ട് ഡിസീസ് 22% ആണ്. 22% ഓഫ് ടോട്ടൽ പേഷ്യൻസിൻ്റെ 22% അവിടെ ഹാർട്ട് ഡിസീസുള്ള ആൾക്കാരുടെ എണ്ണം. അതിൽ എത്ര പെർസെൻറ്റ് ഇൻക്രീസ് ആവുന്നത്? 22%. അപ്പോൾ ഇൻറ്റു 120% എന്ന് വരും. ഇത് വെട്ടിക്കളഞ്ഞ് എന്തായി? ആൻസറായി. രണ്ടിടത്തും പി ഉണ്ട്. അപ്പോൾ 6 × 106, അതുപോലെ 22 × 122. ഇത് സോൾവ് ചെയ്താൽ മതി. ഇതിപ്പോൾ സോൾവ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ 2 ൽ 2 വെട്ടിക്കളയാം, അതല്ലേ പറ്റത്തുള്ളൂ. ഇത് 3 ആവും, ഇത് 51 ആവും, ഇത് 11 ആവും, ഇത് 61 ആവും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും 159, പിന്നെ ഇത് 671, ഇങ്ങനെ കിട്ടും. 159, 671 ആൻസർ വരിക. ഓക്കെ, അടുത്തതിനകത്തോട്ട് പോവാവേ. 4ാമത്തെ ക്വസ്റ്റ്യൻ. The number of kidney patients in Australia is approximately what percentage of number of heart patients in the world? Number of kidney patients in Australia. Kidney patients in Australia എന്ന് പറഞ്ഞാൽ ടോട്ടൽ പേഷ്യൻസിൻ്റെ 30% ആണ് കിഡ്നി പേഷ്യൻസ്. അപ്പോൾ ടോട്ടൽ പേഷ്യൻസിൻ്റെ 30% ആണ് കിഡ്നി പേഷ്യൻ്റ്. ഇനി കിഡ്നി പേഷ്യൻസ് ഇൻ ഓസ്ട്രേലിയ. ടോട്ടൽ കിഡ്നി പേഷ്യൻസിൻ്റെ 5% ആണ് എവിടെ ഉള്ളത്? ഓസ്ട്രേലിയയിലുള്ളത്. ടോട്ടൽ കിഡ്നി പേഷ്യൻസിൻ്റെ 5% ഇസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് ഹാർട്ട് പേഷ്യൻസ് ഇൻ ദ വേൾഡ്. ഹാർട്ട് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പേഷ്യൻസിൻ്റെ എണ്ണത്തെ എത്ര പെർസെൻറ്റേജാണ്? പേഷ്യൻസിൻ്റെ എണ്ണത്തിൻ്റെ 22%. ഇൻറ്റു 100 ഇതെന്തായി? ആൻസറായി. ഓപ്ഷൻ ജസ്റ്റ് നോക്കണേ. 6.01, 6.82, 5.49, 7.85, 8.26. ഓക്കെ, നമുക്ക് അപ്രോക്സിമേഷൻ എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സംഭവം എങ്ങനെ ഒരു ഡിവിഷൻ? 5% 1/20 അല്ലേ? 5. 150/22 വരും അല്ലേ? 2 വെച്ച് കിട്ടിയാൽ 75/11. 75/11 6 വേണം. 66. 66ഉം 9 അല്ലേ? 75. 90 എത്ര വേണം? 8 വേണം. അപ്പോൾ 6.8 ആണ് ആൻസർ. ഓക്കെ, അടുത്തത് അപ്രോക്സിമേഷൻ വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ? അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻ ആഫ്രിക്ക? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻ ആഫ്രിക്ക
ടോട്ടൽ നമ്പർ ഓഫ് കിഡ്നി പേഷ്യൻസ് ഇൻ ഏഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക ടുഗദർ. ഓക്കെ, ടോട്ടൽ പേഷ്യൻസ് ഇൻ ആഫ്രിക്കയിലുള്ള പേഷ്യൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ പേഷ്യൻസിൻ്റെ എണ്ണത്തിൻ്റെ 25%. ടോട്ടൽ പേഷ്യൻസിൻ്റെ എണ്ണത്തിൻ്റെ 25% ആണ് ആഫ്രിക്കയിലുള്ള ആൾക്കാരുടെ എണ്ണം. ഇനി ടോട്ടൽ കിഡ്നി പേഷ്യൻസ് ഏഷ്യ നോർത്ത് അമേരിക്ക. ഏഷ്യ നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ്? കിഡ്നി പേഷ്യൻസിൻ്റെ 30% 35% രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും ടോട്ടൽ കിഡ്നി പേഷ്യൻസ് പറഞ്ഞാൽ ടോട്ടൽ പേഷ്യൻസിൻ്റെ എത്ര പെർസെൻറ്റേജ്? 30%. അപ്പോൾ ടോട്ടൽ പേഷ്യൻസിൻ്റെ 30%ൻ്റെ 35%. ഓക്കെ, ടോട്ടൽ പേഷ്യൻസിൻ്റെ 30%ൻ്റെ 35%. ഇതായിരിക്കും റേഷ്യോ. പിയും ബിയും വെട്ടിക്കളയുക, ഒരു പെർസെൻറ്റേജ് പോവും. 5 വെച്ച് 5 5 വെച്ച് 6 35 5 വെട്ടിയാൽ 7 എന്ന് വരും. പക്ഷേ ബൈ ഒരു 100 ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഒരു 100 വെച്ച് 2 വെട്ടിയാൽ 3 വരും. 2 വെട്ടിയാൽ 50. അപ്പോൾ 50:21 ഒരു ആൻസർ. ഓക്കെ, ഇതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. DA നമുക്ക് പ്രിലിംസിൻ്റെ DA ഒന്നും വിഷയമില്ല അല്ലേ? പ്രിലിംസിൻ്റെ DA ഒക്കെ നമുക്ക് നൈസായിട്ട് ചെയ്യാൻ പറ്റും, വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, മിക്കവാറും ലൈനായിരിക്കും അല്ലെങ്കിൽ ടേബിളായിരിക്കും. ഓക്കെ, കൂടിപ്പോയാൽ പൈസ ആയിട്ട്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ഒരു ടേബിൾ ഒരു ഇതും. ഓക്കെ, ഡബിൾ പൈസ ആയിട്ട് റയറാണ്, പക്ഷേ എന്നാലും പ്രിലിംസിന് ഓക്കെ. പക്ഷേ മെയിൻസിനകത്തോട്ട് പോകുമ്പോഴത്തേനും DAയുടെ ലെവൽ കണ്ടവാനും മാറും. ഓക്കെ, DA മാത്രമല്ല ബാക്കി എല്ലാത്തിൻ്റെ ലെവൽ കണ്ടവാനും മാറും. അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക. ഞാൻ പറഞ്ഞ ഒരു 90% എബോ അറ്റംപ്റ്റും, അതായത് ടോട്ടലിനെ 90% എബോ അറ്റംപ്റ്റ്, അതുപോലെ തന്നെ 95% എബോ ആക്യുറസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻസിന് പഠിച്ചോളണം. ഇപ്പോൾ ഓരോ എക്സാമിന് കട്ട് ഓഫ് വരുന്ന ഓരോ ലെവലാണ്. നിങ്ങളുടെ കൂട്ടുകാർ എത്ര അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം നമുക്ക് കട്ട് ഓഫ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എല്ലാ കൊല്ലവും IBPS ക്ലർക്കിൻ്റെ കട്ട് ഓഫ് വരുന്നതൊക്കെ അറിയാം, അത്യാവശ്യം ഹൈ ആണ്. RMPയോടെ ക്ലർക്കിൻ്റെ പ്രീവിയസ് കട്ട് ഓഫുകൾ നോക്കുക. പക്ഷേ ഇത്തവണ വേക്കൻസീസ് കുറവായതുകൊണ്ട് കട്ട് ഓഫ് കുറച്ച് മേളിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷേ എപ്പോഴും കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കറണ്ടിൽ നമ്മൾ എഴുതിയിരിക്കുന്ന എക്സാമിൻ്റെ ലെവൽ എത്ര, നമ്മൾ ആവറേജ് നമ്മൾ എത്ര വിധമാണ് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി മാക്സിമം വീഡിയോസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. നമുക്ക് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കണ്ടൻറ്റ് അത് ഇടാത്തത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒന്ന് കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, പിന്നെ എന്തെങ്കിലും സജഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോസ് വേണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെലഗ്രാമിൽ പോയിട്ട് LCT ട്യൂട്ടോറിയൽസ് ഡിസ്കഷൻ സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ ഗ്രൂപ്പ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എവരിവൺ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.